ഹായ് ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനിപ്പോൾ ഒരു ടഗ്ഗിലാണുള്ളത്. ടഗ്ഗിൻ്റെ പീരിയോഡിക്കൽ സർവേ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പീരിയോഡിക്കൽ സർവേ എന്ന് പറയുമ്പോൾ അതിൽ ആനുവൽ സർവേ വരും, ഇൻ്റർമീഡിയറ്റ് സർവേ, പിന്നെ സ്പെഷ്യൽ സർവേ ഒക്കെ വരും. ഷീ വെസലിന് ഇപ്പം ഇതിൻ്റെ ആനുവൽ സർവേ ആണ് ഡ്യൂ ആയിട്ടുള്ളത്. അപ്പോൾ ആനുവൽ സർവേ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഷിപ്പിൻ്റെ ഷിപ്പല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ടഗ്. ഈ വലിയ വലിയ ഷിപ്സിനെ പുള്ള് ചെയ്യുന്ന ഒരു വെസലാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുകളിലുള്ള ഓരോരോ കാര്യം. ഇതാണ് ഹാച്ച്. ഇതിൻ്റെ നേരെ താഴെ എൻജിൻ റൂമാണ്. സോ എൻജിൻ റൂമിൽ എന്തെങ്കിലും തീ പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഹാച്ചാണ്. സോ ആനുവൽ സർവേയിൽ നമ്മൾ ഈ ഹാച്ച് പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ റബ്ബർ ഗ്യാസ്കറ്റൊക്കെ ചിലപ്പം ഇത് പെയിൻ്റ് അടിക്കുന്ന കൂട്ടത്തിൽ റബ്ബർ ഗ്യാസ്കറ്റിനൊക്കെ ചിലപ്പം പെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവത്തില്ല. ഇപ്പോൾ ഇത് കണ്ടോ ഡെക്ക്. അപ്പോൾ ഇത് ഈ വെസലൊരു 10-15 വർഷം പഴക്കമുള്ള വെസലാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കിൽ എന്തായാലും ഇങ്ങനെയൊക്കെ കാണത്തുള്ളൂ. പക്ഷേ എവിടെയെങ്കിലൊക്കെ ഭയങ്കരമായിട്ട് ഡെക്ക് തിൻ ഡൗൺ ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. തിൻ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് ഇപ്പോൾ ഞാൻ 10 മില്ലിമീറ്റർ തിക്നെസ്സുള്ള പ്ലേറ്റാണ് ഉപയോഗിച്ചതെങ്കിൽ അതൊരു 8 mm ആയിട്ടുണ്ടാവും. സോൾട്ട് വാട്ടറിലല്ലേ, നല്ല കൊറോസീവ് എൻവയോൺമെൻറ്റാണ്. അതുകൊണ്ട് ഇതും അതുപോലത്തെ ഒരു ഹാച്ച് തന്നെ, സെയിം പേർപ്പസ്. ഒന്ന് സ്റ്റാർബോർഡിലുണ്ടാവും, ഒന്ന് പോർട്ടിലുണ്ടാവും. ഇത് എൻജിൻ റൂമിലെ ഹാച്ചാണ്. പക്ഷേ ഇത് സ്റ്റിയറിംഗ് കമ്പാർട്ട്മെൻറ്റിലെ ഹാച്ചാണ്. കണ്ടില്ലേ, അത് ക്ലോസ് ചെയ്ത് വെച്ച് കാണുന്നില്ലേ. സോ ഇതാണ് വെസലിൻ്റെ കംപ്ലീറ്റ് ഒരു മിനിമം ഡീറ്റെയിൽസ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈഫ് ബോട്ട് കാണാം. ഈ രണ്ട് കാണുന്നത് ഇവരുടെ ഫണൽസാണ്. നടുക്കുന്ന അവിടെ നിന്നാണ് ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. മുകളിൽ ഫ്ലാഗ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഇന്ത്യൻ ഫ്ലാഗ് വെസൽ. ഇപ്പോൾ ഇവിടെ വെഞ്ചുണ്ട്. ഈ വെഞ്ചിൽ കണക്ട് ചെയ്തിട്ടുള്ള റോപ്പ് വെച്ചിട്ടാണ് വലിയ വലിയ ഷിപ്സിനെ പുള്ള് ചെയ്യുക. ഈ വെസൽസൊക്കെ ഇപ്പോൾ ഇവിടെ റിപ്പയറിന് വേണ്ടി വന്നിരിക്കുന്ന വെസൽസാണ്. റിപ്പയറൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഇവർ സർവീസിന് പോകത്തുള്ളൂ. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ ഇവരൊക്കെയാണ് ഷിപ്പിലെ ഓൺ ബോർഡ് ക്രൂ നിലവിൽ. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നല്ല കാറ്റുണ്ട്. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ നവി മുംബൈ, ബേലാപൂർ. അങ്ങ് ദൂരെ കാണുന്നതാണ് അംബുജ സിമെൻറ്റ്. അവരുടെ ഒരു ഷിപ്പാണ്, സിമെൻറ്റ് കാരിയറാണത്. Okay, so stay tuned. I'll get back again. Bye.